നമ്മൾ നെല്ലിൻ്റെ കാര്യം പറയും. എന്തെങ്കിലും അരിയാഹാരം കഴിക്കുന്നവർ എന്നെപ്പോഴും പറയുമല്ലോ, നമ്മൾ വിശേഷിപ്പിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന മലയാളിയാണ്. ഈ നെല്ലുണ്ടായിട്ട് ഒരു 10,000 കൊല്ലമായിട്ടുള്ളൂ. പണ്ടൊക്കെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, അണ്ടിയാണോ ആദ്യം ഉണ്ടായത്, മാങ്ങയാണോ ആദ്യം ഉണ്ടായത്? ഇവിടെ അങ്ങനെ ചോദിക്കുമായിരുന്നു. തെങ്ങാണോ ആദ്യം ഉണ്ടായത്, തേങ്ങയാണോ ആദ്യം ഉണ്ടായത്? ഒരു പിടിയും കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഒരു മറുപടിയും പറയാം. ചില വിരുദ്ധന്മാർ പറയും ദൈവമാണ് ഉണ്ടാക്കിയത്, പിന്നെ തീർന്നു. പക്ഷേ നമ്മളൊക്കെ മുതിർന്നു, ശാസ്ത്രത്തിൻ്റെ രീതിയിലൊക്കെയുള്ള പഠനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ കൃഷി ഉദ്യോഗസ്ഥർ പഠിക്കുന്നു. 10,000 കൊല്ലമായിട്ടേ ഉള്ളൂ നെല്ല് ഉണ്ടായിട്ട്. അപ്പോൾ നെല്ല് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇന്നത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് 10,000 കൊല്ലം മുമ്പ് ഈ പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികളാണ് മ്യൂട്ടേഷൻ വന്ന് നെല്ലിലേക്ക് എത്തുന്നത്. അത് കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പിന്നെ അതിങ്ങനെ വന്നു വരികയാണ്. ഞാൻ പറയാൻ വന്ന ആ കഥയല്ല. 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ജനസംഖ്യ 50 ലക്ഷമാണ്. ലോകത്തിൻ്റെ ഏരിയ സെക്രട്ടറി ഞങ്ങൾ അത്രയേ ഉള്ളൂ ലോക ജനസംഖ്യ. അത് കഴിഞ്ഞൊരു 1800 ആകുമ്പോഴാണ് 100 കോടിയിലേക്ക് എത്തി. അത് 1960 ഇങ്ങനെ കോടികൾ വന്നിട്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആണെങ്കിൽ സമയമില്ലാത്തതാണ് 2050 ആകുമ്പോൾ ഇത് 1000 കോടിയിലേക്ക് എത്തി. എമ്പുരാൻ 200 കോടി ക്ലബിൽ നിന്നാണ് പറഞ്ഞത്. 25 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ 1000 കോടി ക്ലബിലേക്ക് എത്തും. ലോക ജനസംഖ്യ 1000 കോടി. അതിനെന്താ സന്തോഷമല്ലേ? ഇരിക്കട്ടെ കൊണ്ട് പിള്ളേരും പിറങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരട്ടെ കൊണ്ട് എന്ന് പോയായിട്ട്. പക്ഷേ അവിടെ വലിയൊരു പേഴ്സൻ്റ് വരാൻ പോകും. 1000 കോടി ആൾക്കാർക്കുള്ള വസ്ത്രം, വണ്ടി അല്ല, 1000 കോടി ആളുകൾക്കുള്ള ഭക്ഷണത്തിലെത്തി. ഇത് ചെറിയ സംഭവമല്ല. 25 കൊല്ലമേ ഉള്ളൂ 2050 ആവാൻ. 100 കൊല്ലത്തിനപ്പുറമുള്ളതല്ല. നമ്മൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. നമ്മളിൽ ഒരുപാട് പേർ ഈ 25 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവും. 25 കൊല്ലം കഴിയുമ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങേയറ്റം ഗൗരവതരമാണ് എന്ന് ലോകം പറയുന്നു. എന്തു ചെയ്യും? കണക്കെന്തറിയണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ 70% ഭക്ഷണം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി അന്ന് പരിഹരിക്കത്തുള്ളൂ. അതിന് അഡീഷണലായി 593 മില്യൺ ഹെക്ടർ ഭൂമി ഉണ്ടാവണം. അഡീഷണൽ ഉണ്ടാവണം. 1 മില്യൺ 10 ലക്ഷമാണ്. 593 മില്യൺ ഹെക്ടറാണ്. ഒരു ഹെക്ടർ 2.4 സംതിങ് ഏക്കറാണ്. കുണിച്ച് നോക്കുമ്പോൾ അത്രയും കൂടി ഇപ്പോൾ ഉള്ള കൂടുതൽ വേണം. ഇതൊരു ഭയങ്കര പ്രശ്നത്തിലേക്ക്, ഭയാനകമായ പ്രശ്നത്തിലേക്ക് ലോകത്തേക്ക്. അപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടു കൂടി എന്തുവാണ്ട് ഏതാണ്ട് നിൽക്കുകയാണ്. ഇത്തരം പ്രതിസന്ധിയെ എങ്ങനെയാണ് സവിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നത്? പരമാവധി ഇടങ്ങളിൽ കൃഷി ഞങ്ങളും കൃഷിയിലേക്ക് തുടങ്ങുമ്പോൾ ഇതൊന്നും ഈ കണക്ക് പോലും കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ട കുറച്ച് പഠന റിപ്പോർട്ടുകളാണ്. അത് ഈ റിപ്പോർട്ടല്ല, നമ്മുടെ ഭക്ഷണം നമ്മളെ കുഴപ്പിക്കുന്നു എന്നുള്ളതാണ്. പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ ഉണ്ടാകുന്നതും ഭക്ഷണം കൊണ്ടാണ്. എൻ്റെ കണക്കല്ല, ICMRൻ്റെ കണക്കാണ്. ICMR പറയുന്നത് 56.4% രോഗങ്ങൾ ഉണ്ടാവുന്നത് ഭക്ഷണങ്ങൾ കൊണ്ടാണെന്നാണ്. ഇത്രയും ഒരു അപകടകരമായ സ്ഥിതിയുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നല്ല ഗംഭീര ഭക്ഷണം കഴിച്ചു വരികയാണ്. നമ്മളെല്ലാം വായിക്ക് രുചിയായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? ഗംഭീരം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കല്യാണത്തിൻ്റെ സദ്യക്ക് പോയിട്ടിരുമ്പോൾ 2 കാര്യം ചോദിക്കും. എങ്ങനെയുണ്ട് പെണ്ണ്? ചെറുക്കനെ ആണെങ്കിൽ നല്ല പെണ്ണാണ് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അടുത്ത ചോദ്യമാണ്. ഇത് രണ്ടുമാണ് ഈ അല്ലെ അങ്ങനെ ആ ചെറുക്കൻ എങ്ങനെയുണ്ട്, ഈ പെണ്ണും ചെറുക്കനും എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഒന്നറിയേണ്ടത്. രണ്ടാമത്തെ അറിയേണ്ടത്, അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് സദ്യ എങ്ങനെയുണ്ട് എന്നാണ്. ഇവിടെ എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ ഒരു ബാല്യ കൗമാര കാലത്ത് യൗവനത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ സമയത്ത് 15 വയസ്സ് കൂട്ടി പോകും. സദ്യക്ക് എന്തൊരു ഇടിയാണ്! എത്ര നേരം ക്യൂ നിന്നിട്ടാണ് കയറാൻ പറ്റുക. ഇപ്പോഴാണെങ്കിലും 1 മണിക്കൂർ ആരെങ്കിലും വെയിറ്റ് ചെയ്യും. പിടിച്ച് തള്ളും. ചെറുക്കൻ്റെ കൂട്ടർ ആദ്യം ഇരിക്കണം, പിന്നെ പെണ്ണിൻ്റെ കൂട്ടർ ഒക്കത്തുള്ളൂ. പെണ്ണിൻ്റെ കൂട്ടർ ആരെങ്കിലും ആദ്യം ഒന്ന് കയറി ഇരുന്ന് പോയാൽ വെടിവെച്ച് കൊടുത്ത തുല്യമായിട്ടാണ് ഓടിക്കുന്നത്. എന്നിട്ട് ഈ പാവങ്ങൾ മാറി നിൽക്കും. കല്യാണം കഴിയുമ്പോൾ പഴം, ഉപ്പേരി, പപ്പടം കയ്യിലെടുത്ത് വെച്ചാൽ നടക്കുന്നതെല്ലാവരും. വഴിയെ പോകുന്ന വഴിക്ക് ഇതും കൊണ്ടാണ് മിക്കവാറും എല്ലാവരുടെയും കൈ കാണുന്നത്. ഇന്ന് കല്യാണ സദ്യ കണ്ടാൽ 4-1 വേസ്റ്റ് കുഴിക്കകത്തോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ കാഞ്ഞങ്ങാട്ട് എനിക്കറിയത്തില്ല, എൻ്റെ നാട്ടിലെ കാര്യമാണ്. 4-1 വേസ്റ്റ് കുഴിയിലേക്കാണ് പോകുന്നതല്ല. 1 മണി അരി ചോറ് താഴെ വീണാൽ എൻ്റെ അമ്മയുടെ കണ്ണ് നിറയും. അമ്മ ഉടനെ പറയും, മഹാലക്ഷ്മിയാണ് താഴെ ഇടും.
പട്ടിണി വീണ്ടും എത്തും. പട്ടിണിയുടെ എന്താണ് പട്ടിണി എന്നുള്ളത് ഞങ്ങളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ഇതിൽ ചോറ് വെക്കുമ്പോൾ 2 വറ്റ് താഴെ പോകുന്നത്. നമ്മൾ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ താഴേന്നെടുത്ത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കി അത് ഞങ്ങളെ കൊണ്ട് കഴിപ്പിക്കും. ഇപ്പോഴും അതുകൊണ്ട് ചോറ് 1 മണി താഴെ പോകാൻ പ്രയാസമാണ്. ചന്ദ്രേട്ടൻ എന്നോട് പറയും, എടാ പട്ടി വിരാകുകയെന്ന് നിൻ്റെ ഇല കണ്ടു കഴിഞ്ഞു. ഇന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇലയ്ക്കകത്ത് അല്പം പോലും വെക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കഴിക്കുന്ന ഭക്ഷണം രുചിയോടെ കഴിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഭക്ഷണമാണ് പകുതിയിൽ കൂടുതൽ രോഗങ്ങൾ നമുക്ക് നൽകുന്നത്. ICMRൻ്റെ കണക്കാണ്. ഇവിടെയാണ് വിഷമില്ലാതെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന്. അവിടെയാണ് നമ്മൾ കൃഷിക്ക് താല്പര്യം കാണിക്കേണ്ടത്. കയ്യിൽ പൈസ ഉണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നിൽക്കുകയാണ്. ആകാശവാണിയിൽ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, വയലും വീടും. പ്രത്യേക സൗണ്ടും ഒക്കെയാണ്. വയലും വീടും എന്ന് വെറുതെ ഇട്ട പേരല്ല. ഒരു വീടുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് വയലിനാണ്, അല്ലെങ്കിൽ കൃഷിയിടത്തിനാണ്. കൃഷിയിടം എന്ന അർത്ഥത്തിലാണ് വന്നേക്കുന്നതല്ല. നമ്മുടെ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നാട്ടിലെ തുണിക്കടയ്ക്കാണ് അല്ല. നമ്മുടെ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് കൃഷിയിടത്തിനാണ്. കാരണം ഇത്രയും പേർക്കും കഴിക്കണ്ടേ. 95% കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതാണ് ഈ വയലും വീടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം വയലിനും ഉണ്ടായിരുന്നു, ആ പ്രത്യേകത വീടിനും ഉണ്ടായിരുന്നു. വയലിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ പോലും ചില പ്രത്യേകത ഉണ്ടായിരുന്നു. സ്ത്രീകൾ പോലും എല്ലാ ദിവസങ്ങളിലും ഇറങ്ങില്ല വയലിലേക്ക്. എൻ്റെ നാട്ടിൽ അങ്ങനെയായിരുന്നു. അത്ര ഒരു പവിത്രമായിട്ടാണ് കണ്ടിരുന്നത്. കാലങ്ങൾ മാറി, കൃഷി ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായി, എല്ലാം വാങ്ങിക്കാൻ കിട്ടുമെന്നായി. വയലും വീടും എന്നുള്ളത് മാറി കടയും വീടും എന്ന അർത്ഥത്തേക്ക് എത്തി. കടയിൽ പോയി വാങ്ങിക്കുക, വീട്ടിൽ പാചകം ചെയ്യുക, കഴിക്കുക. എന്തിനാണ് വയലിലേക്ക് നോക്കുന്നത്? ഇപ്പോൾ ഒക്കെ അതും മാറി, കടയും വീടും മാറി. ഇപ്പോൾ ആപ്പും വീടും എന്നാണ്. മൊബൈൽ ഫോണിനകത്തെ ആപ്പിനകത്ത് കുത്തിയാൽ ബൈക്കിൽ വീട്ടിൽ കൊണ്ട് സാധനം കൊണ്ട് തരും. ഏത് പാചകം ചെയ്തു. ഇവിടെ എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം കുത്തുന്നുണ്ടോ? അല്ല, 1-ാം തരമായിട്ട് കുത്തുന്നുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സൺ കുത്തുന്നുണ്ടോ? ഉണ്ട്. അടുക്കള കയറാൻ ഇപ്പോൾ എല്ലാവർക്കും മടിയായി. എല്ലാവരും മൊബൈൽ ആപ്പിൽ കുത്തും. പാഴ്സലായിട്ട് സാധനം വീട്ടിൽ വരും. പ്ലേറ്റും സ്പൂണും മാത്രം മതി എന്നത് എങ്ങനെ മാറി നടന്നു? വയലും വീടും കടയും വീടുമായിട്ട് മാറി. കടയും വീടും എന്നുള്ള ഇപ്പോൾ ആപ്പും വീടുമായിട്ടെത്തി. മൊബൈൽ ആപ്പാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല. അങ്ങനെ വന്നപ്പോൾ നമുക്ക് രോഗവും കൂടി. അടുക്കളയുടെ പ്രാധാന്യം കുറഞ്ഞപ്പോൾ ആശുപത്രിയുടെ പ്രാധാന്യമാണ് കൂടിയത്. അടുക്കളയുടെ അളവ് കുറഞ്ഞപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കൂടി. നമ്മൾ രോഗങ്ങളെ വില കൊടുത്ത് വാങ്ങിക്കുന്നതിലെത്തി. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അവർ പ്ലാവ് നടുന്നു, പയറിൻ്റെ കൃഷിയിലേക്ക് ഏർപ്പെടുന്നു. ഇനി ഏതെല്ലാം ഏർപ്പെടണമെന്ന് ആലോചിക്കുന്നു. എന്നോട് രാഘവൻ പറഞ്ഞു, കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ ടീം ഇപ്പോൾ PAO ഉണ്ട്. നിങ്ങൾ ഇവിടുത്തെ ഒന്ന് ചന്ദ്രേട്ടൻ ഒരു പരിപാടി പറഞ്ഞിട്ടുണ്ട്, സമഗ്രമായൊരു കാർഷിക പദ്ധതിയെക്കുറിച്ച്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കൃഷി വകുപ്പ് സഹായിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചനാ യോഗം ചേരണം. സാധ്യമാവുന്ന മുഴുവൻ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, അത് വീണ്ടും ഒന്നുമല്ല. നമ്മൾ വിഷരഹിതമായി ഉണ്ടാക്കിയാൽ നമ്മുടെ ആരോഗ്യം രക്ഷിക്കും. 35 മുതൽ 40% വരെ ക്യാൻസറിന് കാരണങ്ങളാവുന്ന ഘടകങ്ങളിലൊന്ന് ഭക്ഷണവും ജീവിതശൈലിയുമാണ്. കരൾ രോഗങ്ങൾ കാരണങ്ങളിലൊന്ന് സ്ത്രീകൾക്കും സിറോസിസ്, മറ്റ് ഭക്ഷണമൊക്കെ വരുന്നു. പണ്ടെല്ലാവരും പറയും കള്ളു കുടിക്കുന്നുണ്ടാണ്. അതില്ലാത്തവർക്കും, കുടിച്ചിട്ടേ ഇല്ലാത്തവർക്കും ലിവർ സിറോസിസിലേക്ക് എത്തുകയാണ്. ഇല്ലാത്ത പ്രതിസന്ധി. കിഡ്നി രോഗങ്ങൾ കൂടുന്നു. ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ്. അവിടെയാണ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കുന്നുമ്മൽ പ്രൈഡ് എന്ന് പറഞ്ഞത്. കുന്നുമ്മൽ പ്രൈഡ് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടി പ്രൈഡായി മാറും. അത് അവരുടെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇതിനെത്ര വില എന്ന് ചോദിക്കും. അത് കൂടുതലാണ് എന്ന് പറഞ്ഞ് വേറെ പോയി ചെയ്യരുത്. ഞങ്ങളുടെ ലബോറട്ടറിയാണ് ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്നത് കാർഷിക സർവകലാശാല. ഭക്ഷണ സാധനങ്ങളിൽ പച്ചക്കറികൾ മറ്റുള്ള വിഷാംശം കാണുമ്പോൾ അനുവദനീയമായതിനേക്കാൾ കൂടുതലിൻ്റെ കണക്കാണ് വരുന്നതല്ല. ഒരു പാക്കറ്റിൽ ഒരു പാത്രത്തിൽ വിഷം വെക്കുന്നു, ആണുങ്ങൾ എടുത്ത് കഴിക്കും. ഇതെല്ലാം കൂടി പലവണായി തളിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നാലോ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കും. ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ് ഈ മലയാളിയല്ലേ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത്. രാഘവൻ പറഞ്ഞു, ഞാൻ ചന്ദ്രേട്ടനോട് പറയാം, അവർ പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി നിയമസഭയിൽ പിണറായി എന്നെ അങ്ങ് പറ്റിക്കൂ എന്നും പറഞ്ഞ ആൾക്കാർ നിൽക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇവിടെ കൊണ്ടിട്ട് എത്ര പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞത്. എൻ്റെ നാട്ടിൽ ഇന്ന് 4 പേരെ കൊണ്ടുവരും. നിന്ന് ഒന്ന് പോയി കാണണമെന്ന് എനിക്കുമുണ്ട്. അവർ 2 പേര് തായ്വാൻകാരാണ്, 2 പേർ ജാർഖണ്ഡുകാരാണ്. എന്തിനാ കൊണ്ടുവരുന്നറിയാം അവരെ?
എൻ്റെ നാട്ടിലൊരു ഡോക്ടറുടെ 7,65,00,000 അടിച്ചുകൊണ്ട് പോയത്. 1 കോടി രൂപ ഒന്നിച്ച് തരാൻ ഞാൻ കണ്ടിട്ടേ. നമുക്കെല്ലാം കിട്ടുന്ന കോടി മരിച്ചു കഴിയുമ്പോൾ ദേഹത്തിരുന്നൊരു കോടിയാണ്. ഇത് 7,65,00,000 എന്നെ അങ്ങ് തട്ടിച്ചോ പറ്റിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കേണ്ട ആൾക്കാരെല്ലാം സർവീസ് സഹകരണ ബാങ്കിനെ പുച്ഛമാണ്, ബാക്കി എല്ലാത്തിനെയും പുച്ഛമാണ്, എല്ലാം ഇതാണ്. എവിടെയെങ്കിലും ഏതെങ്കിലും എടുത്ത വെട്ടിപ്പ് നടത്തിയെങ്കിൽ മൊത്തം അതാണെന്നങ്ങ് വ്യാപകമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതാക്കും. എന്നിട്ടോ ഇത്തരം ഇടങ്ങളിൽ പോയി വലിയ തട്ടിപ്പിന് വിധേയരാവുകയാണ്. അവിടെയാണ് ഒരു ബാങ്ക് ഏറ്റവും ഞാൻ പറയാം അവരെ ഇത്